ഇ.പി. ജയരാജനെ ഈ കേന്ദ്ര നേതാവിനെ കണ്ടു എന്ന് പറയുന്ന വിഷയം പത്തനംതിട്ടയിൽ വിഷയമായിട്ടുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷമൊക്കെ പോളിംഗിൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നാണ് ഈ UDF ഒക്കെ ആരോപിക്കുന്നത്. ഇ.പി. ജയരാജൻ വിഷയത്തോടെ ചർച്ച അതിനുള്ള മറുപടി എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ രീതി എന്താണെന്നുള്ളത്. കൃത്യമായിട്ട് LDFന്റെ വോട്ടുകൾ അതിന് എണ്ണം വെച്ച് ഗ്രൂപ്പ് തിരിച്ച് പോളിംഗ് സ്ക്വാഡുകളുണ്ട്. അത് ഉച്ചയാകുമ്പോഴത്തേനും ആരൊക്കെയാണ് വരാത്തതെന്ന് കൃത്യമായി പുറത്തേക്ക് എണ്ണം വരും. അവരെ കൊണ്ടൊന്ന് എണ്ണിപ്പെറുക്കി ചെയ്യിക്കുക എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ.പി. ജയരാജൻ അത്തരത്തിൽ അതായത് കണ്ടു സംസാരിച്ചു, ഒരു BJP നേതാവിനെ കണ്ടു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞത് ഒരു ക്ഷീണമായി എന്നെ അത് അതിന് മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് എന്റെ വിലയിരുത്തൽ. അപ്പുറത്തേക്ക് ഇപ്പൊന്നും ഞാൻ പറയുന്നില്ല. അത് പാർട്ടിയിൽ കൂടുതൽ ഘടകത്തിൽ ചർച്ച ചെയ്യട്ടെ. പക്ഷെ ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞെടുത്താ നിൽക്കണം. അത്തരത്തിലൊരു കൂടിക്കാഴ്ച ശരിയായിരുന്നു തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ. നമ്മളെ വളരെ നിഷ്കളങ്കമായിട്ട് ആരെങ്കിലുമായിട്ട് കൂടിക്കാഴ്ചക്ക് പോകാൻ പാടില്ല. അത് ഈ പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയല്ലേ സ്വാഭാവികമായിട്ട്? നിശ്ചയമായിട്ടും അദ്ദേഹത്തിന്റെ പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യപ്പെടുമല്ലോ ഇത്ര വിവാദമായിട്ടുള്ള കാര്യം. അപ്പൊ അത് സംബന്ധിച്ച് ഒരു നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞങ്ങളെല്ലാം നിൽക്കുന്നു. ബാക്കി ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഘടകത്തിൽ പറയും. അടുത്ത 5 കൊല്ലം പത്തനംതിട്ടയിൽ തന്നെ ഉറപ്പാണ് ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവുമെന്ന് മാത്രമല്ല, ചെയ്യാന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. MP ആയിട്ട് അപ്പം ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പ്രാരംഭം കുറിച്ചിട്ടായിരിക്കും ഇവിടെ നിന്ന് പോവുക. സ്ഥിരതാമസമാക്കുമോ? പിന്നെ ഇവിടെ ഉണ്ടാവും താമസം. പക്ഷെ ഡൽഹിയിലും തിരുവനന്തപുരത്തും ഒക്കെ ഉണ്ടാവുമല്ലോ. സ്ഥിരമൊന്നും ഇവിടെ താമസം വീടും ഒക്കെ ഉണ്ടാവും ഉറപ്പായിട്ടും. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. കോൺഗ്രസിൽ നിന്ന് ആളുകൾ BJPയിലേക്ക് പോകുന്നത് ഈ ഘട്ടത്തിൽ LDF ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഉപയോഗിച്ച ഒരു പ്രധാനപ്പെട്ട ആയുധമായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ ദിവസം കൺവീനറായിട്ടുള്ള LDFന്റെ കൺവീനറായിട്ടുള്ള ഒരാൾ തന്നെ സ്ഥിരീകരിക്കണം മാധ്യമങ്ങൾക്ക് മുൻപാകെ രാവിലെ വോട്ട് ചെയ്ത ശേഷം. അതിനെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഞാനായിട്ടിപ്പോ വ്യക്തിപരമായ അഭിപ്രായമൊന്നും പറയുന്നില്ല. ഇവിടെ നിശ്ചയമായിട്ടും പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യും. പലപ്പോഴും ജയരാജൻ ജാഗ്രത വിട്ട് പ്രവർത്തിച്ച ആളെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി പറഞ്ഞെടുത്ത് നിന്നോട്ടെ, എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കണ്ട. വലത് NDA സ്ഥാനാർത്ഥികളും പത്തനംതിട്ടയിൽ തികഞ്ഞ വിജയ പ്രതീക്ഷയാണ്. 100% വിജയമാണെന്നൊക്കെയാണ് NDA സ്ഥാനാർത്ഥി ആവശ്യപ്പെടുന്നത്. പത്തനംതിട്ടയിലോ? അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ. ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഉണ്ടാകുന്ന വളരെ വിചിത്രമായ പെരുമാറ്റങ്ങൾ അത് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു മനോനിലയാണ്. വളരെ അസ്വസ്ഥമാണ്. പിന്നെ ഇപ്പൊ താമര പിരിയുന്ന കേസ്, അത് മോക്ക് ട്രയൽ നടത്തി കഴിഞ്ഞിട്ട് അത് കറക്റ്റാണെങ്കിൽ പിന്നെ കേസ് തീർന്നില്ലെന്ന്. മറ്റത് അതിന്റെ അർത്ഥം വെച്ചാൽ തെറ്റായിട്ട് അവർ കുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്, അറിഞ്ഞോ അറിയാതെ. മോക്ക് ട്രയലിൽ തെളിയുമല്ലോ, അപ്പോൾ കേസ് അവസാനിപ്പിക്കേണ്ടതല്ലേ. പക്ഷെ ഒരു നാടകത്തിന്റെ കാര്യം അല്ലെങ്കിൽ കള്ളോട്ടിന്റെ കാര്യം എടുക്കുക. എന്തൊക്കെയാ പറഞ്ഞത്? ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ ഇവര് കള്ളോട്ട് സംബന്ധിച്ച്? അപ്പോ ഇത് കാണിക്കുന്നത് ആകെ വലിയൊരു വെപ്രാളം മനസ്സിലുണ്ടെന്നുള്ളതാണ്. ജാവദേക്കർ, നന്ദകുമാർ, ഇ.പി. ജയരാജൻ കൂടിക്കാഴ്ചകൾ സംബന്ധിച്ച് പല കാര്യങ്ങളും സ്ഥിരീകരിക്കപ്പെട്ടു വന്നിരിക്കുകയാണ്. അല്ലാതെനിക്കെതിരെ വന്ന ആക്ഷേപം, പിന്നെ ഇതിനൊക്കെ ഒരു പരസ്പര കണക്ഷൻ സ്വാഭാവികമായ ആളുകൾ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവും. ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞിടത്ത് നിൽക്കാം. എന്റെ അഭിപ്രായങ്ങളൊക്കെ നന്നായിട്ട് ഞാൻ എന്റെ ഘടകത്തിൽ പറയും.